പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. അമേരിക്കയിൽ താങ്ക്സ് ഗിവിംഗ് ആയി കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റിലും അനേക ഭവനങ്ങളിൽ ഫാമിലി ഗെറ്റ് ടുഗദർ, അങ്ങനെ ദൈവത്തെ നന്ദി കരയറ്റുന്ന ഒരു അവസരമാണ്. നമുക്കും ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇപ്പോൾ പ്രിസ്കില്ല ഈസ് ഓൺ ദ ലൈൻ. പ്രിസ്കില്ലയോട് ചേർന്ന് അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പ്രിസ്കില്ല. Praise the Lord. നമുക്ക് ഈ ദിവസത്തിൽ നല്ല ദിവസത്തിൽ ദൈവനാമത്തിൽ കൂടി വരുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ നിമിഷം എല്ലാ മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. Thank you.
ഒരിക്കലും കൈവിടാത്ത ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ ലഭിച്ച അവസരത്തിനായി നമുക്ക് നന്ദിയോടെ ഇരിക്കാം. നമുക്കൊരു പാട്ടും കൂടെ ചേർന്ന് നമുക്ക് സ്തുതിച്ചാൽ. പ്രയാ
കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഓരോ ആഴ്ചകളിലും കർത്താവ് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നമ്മളെ കേൾപ്പിച്ച് കർത്താവ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ നമ്മളോട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായി തീരട്ടെ. ഇന്ന് പകൽക്കാലവും നമ്മളോട് സാക്ഷ്യം പറയുവാനായി കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ കവിതയാണ്. കവിത തിരുവനന്തപുരം കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും തന്റെ വിവാഹശേഷം തനിക്ക് 1.5 വയസ്സുള്ളൊരു കുഞ്ഞ് ആയപ്പോൾ അവന് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു അപൂർവ രോഗത്താലാണ് ജനിക്കപ്പെട്ടത്. അവൻ ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു 1.25 വയസ്സായപ്പോഴാണ് കർത്താവിനെ അറിയുവാനിടയായത്. അന്ന് തൊട്ട് ഇന്നിപ്പോൾ ആ മോന് 19 വയസ്സുണ്ട്. ഇതുവരെയും കർത്താവ് അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിന് ആ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിനെ ദൈവ രക്ഷയിലേക്ക് നടത്തുവാനും കർത്താവിന്റെ പൈതലായി വളർത്തുവാനും എല്ലാം കവിതയ്ക്ക് തന്റെ ജീവിതത്തിൽ വളരെ ഭാഗ്യകരമായ ആമേൻ ഹല്ലേലൂയ രീതിയിൽ ദൈവം ഇടപെടുകയും കർത്താവ് ഇത്രത്തോളം നടത്തുകയും ചെയ്തു. തന്റെ കുടുംബ ജീവിതത്തിലൊക്കെയും വളരെ പ്രശ്നങ്ങളും വളരെ പ്രതികൂലങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കവിത. എന്നാലും കർത്താവിന്റെ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറാതെ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പൽക്കാലം ഒരുമിച്ച് നമ്മൾക്ക് ആ സാക്ഷ്യം കേൾക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. കവിതയെ സാക്ഷ്യം പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കവിത വിൽസൺ, അൺമ്യൂട്ട് ചെയ്താട്ടെ. കേൾക്കത്തില്ല. ഇത് മ്യൂട്ടിൽ കിടക്കുക കേട്ടോ. ഇപ്പൊ കേൾക്കാം. കുഴപ്പമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യത്തെ പ്രസ്താവിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന മാത്യു ഉമ്മൻ സാറിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഈ സൂമിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് കവിത. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിൽ കളത്തുകാൽ എന്ന് പറയുന്ന ദേശത്താണ്. ഞാൻ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായി ഞാൻ ജനിച്ചു എങ്കിലും ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. കാരണം കുഞ്ഞുനാളില് നമുക്ക് പൊട്ടുവെച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഒരുങ്ങി അങ്ങനെ അപ്പം ക്രിസ്ത്യാനിയാവുമ്പോൾ അതൊന്നും കഴിയില്ലല്ലോ. ആ ഒരു ചിന്തയിൽ എനിക്ക് പൊട്ടുവെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഒരു നിലവാരത്തിൽ ആയിരുന്നു ഞാൻ ജീവിച്ചു വന്നത്. എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്പലത്തിൽ പോകുന്ന കൂട്ടുകാരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ചന്ദനം കൊണ്ടുവരണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുവരികയും അതൊക്കെ തൊട്ട് അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. എന്നാൽ സ്വർഗത്തിലെ കർത്താവ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ എന്നെ അറിഞ്ഞ എൻ്റെ പിതാവ് കുഞ്ഞിലെ തന്നെ എന്നെ വിളിച്ചു വേർതിരിക്കുവാനിടയായി. എൻ്റെ പപ്പയുടെ പേര് വിൽസൺ, എൻ്റെ അമ്മയുടെ പേര് പ്രഭ. എനിക്കൊരു സഹോദരിയുണ്ട്. ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഒരു പെന്തക്കോസ് കൂട്ടായ്മയിൽ കടന്നു പോകുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇടയ്ക്ക് കളിക്കാനൊക്കെ കടന്നു പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ കടന്നു പോയപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതായ ഒരു സമയമായിരുന്നു.
എന്നെ കണ്ടതായ കർത്തൃദാസന്മാര് കുറച്ചു പേരിങ്ങനെ എന്നെ നോക്കി പറഞ്ഞു, ഈ കുഞ്ഞ് ദൈവവേലയ്ക്ക് ഉള്ളവളാണ്, കർത്താവിന് വിളിയുള്ളവളാണ്, ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ദൈവവേല എന്തെന്നോ ഒന്നും എനിക്ക്, പെന്തക്കോസ്ത് അനുഭവം എന്തെന്നോ ഒന്നും എനിക്ക് അറിയില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സഭാജനവും കർത്തൃദാസന്മാരും എന്നെ പിടിച്ചു നിർത്തി അവര് എല്ലാവരും ശക്തമായി എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ കർത്താവ് അത് ഇപ്പോഴൊക്കെയാണ് അതൊക്കെ ചിന്തിക്കുമ്പോൾ, ദൈവമേ, കർത്താവ് എന്നെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു അനുഭവമൊക്കെയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞു എനിക്ക് ഒരു മകൻ ജനിച്ചു. എൻ്റെ മകന് ജനിച്ചപ്പോൾ അവൻ സെറിബ്രൽ പാൽസി എന്ന രോഗബാധിതനായിട്ടാണ് അവൻ ജനിച്ചത്. അവൻ ജനിച്ചപ്പോഴായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച വളരെ കുറവായിരുന്നു. അവൻ ബുദ്ധിയില്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ചിറക്കുവാനുള്ള ഒരു കഴിവില്ലായിരുന്നു. മുലപ്പാൽ പോലും വലിച്ചു കുടിക്കുവാനുള്ള ഒരു കഴിവ് എൻ്റെ കുഞ്ഞിനില്ലായിരുന്നു. ഞാൻ 1.25 വയസ്സ് വരെ എൻ്റെ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത് 4 മാസം മുതൽ അവന് ഞങ്ങൾ ലിക്വിഡ് പോലെ ആക്കിയിട്ട് അവന് ഞാൻ ഒരു പിച്ച് കൊടുക്കും. പിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ ഉള്ളിലോട്ട് പോകും. അങ്ങനെയാണ് 1.25 വയസ്സ് വരെ എൻ്റെ മോന് ഞാൻ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ചെരുപ്പിടാൻ ഒന്നിനും കഴിയുന്നതാണ്. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഊരി വീണു പോകുമായിരുന്നു. അങ്ങനെ ശരീരമെല്ലാം വളരെ സ്റ്റിഫായി, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചത്. അവന് 1.25 വയസ്സായപ്പോൾ ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഒരു ആന്റി അവരുടെ സഭയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയും അതിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനും ഇടയായി. അവിടെ കടന്നു പോയപ്പോൾ എനിക്ക് ആദ്യം പോയപ്പോൾ ചെറിയൊരു ആശ്വാസമൊക്കെ എനിക്ക് ഉണ്ടായി. പിന്നെയും പിറ്റേ ദിവസവും കടന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ പോയി. അതിന് 2-3 ദിവസം ഞാൻ കടന്നു പോയപ്പോൾ എല്ലാവരും സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താണ് ഇവർ പറയുന്ന ഈ ഭാഷ? ഇതെന്താണ് ഇവർക്ക് സംസാരിക്കുന്നത്? ഇതെന്താണെന്ന് എനിക്കും കൂടെ ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എനിക്ക് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരികയും അത് വളരെ വാഞ്ചയായി എൻ്റെ ഉള്ളിൽ വരികയും ചെയ്തു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ആ സമയം തന്നെ അന്യഭാഷ അടയാളത്തോടെ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അത് തന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയൊരു അത്ഭുതം, ഒരു സാക്ഷ്യമായിരുന്നു. കാരണം ഞങ്ങൾ കുഞ്ഞുനാളില് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദൈവദാസൻ ഫാമിലി വന്ന് താമസിച്ചു. അവർ എല്ലാ വർഷവും കൺവെൻഷൻ വെക്കുമായിരുന്നു. ഈ കൺവെൻഷനിൽ കർത്തൃദാസൻ പറയുന്നതായ അന്യഭാഷ ഞാൻ അത് കാണാതെ പഠിക്കുകയും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഞങ്ങൾ അത് പറയുകയും ബന്ധക്കോസുകാരെ ആക്ഷേപിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കി എല്ലാവരും കൂടെ ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നെ അന്യഭാഷ അടയാളത്തോടെ തന്നെ കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വലിയൊരു സാക്ഷ്യം കർത്താവ് എനിക്ക് തന്നു. ആ അന്യഭാഷ അടയാളത്തിൽ ഞാൻ ആരാധിച്ചു. ഞാൻ അന്ന് അഭിഷേകം പ്രാപിച്ച ദിവസം ഞാൻ വളരെ ഹൃദയം തകർന്നൊരവസ്ഥയിലായിരുന്നു. കാരണം കുടുംബജീവിതം പരാജയപ്പെട്ടൊരവസ്ഥ, എൻ്റെ കുഞ്ഞിന്റെ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ. അപ്പം ആ തകർന്ന അവസ്ഥയിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദമുണ്ടായി. ആ ആനന്ദം ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ലഭിക്കാത്തതായ വലിയൊരു ആനന്ദമാണ് എനിക്ക് ഉണ്ടായത്. ആ ആനന്ദം, പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ആനന്ദം, ആ സന്തോഷം, അത് പിന്നെയും എൻ്റെ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സഭയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ആ സമയത്ത് തന്നെ ഡിസംബർ 31-ാം തീയതി സ്നാനമുണ്ടെന്ന് കർത്തൃദാസൻ പറയുകയും ആ ദിവസം തന്നെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരികയും ചെയ്തു. അത് കഴിഞ്ഞ് 7 ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുകയും ആ കർത്താവിനോടുള്ള അതിയായ സ്നേഹത്തിൽ ഞാനും കർത്തൃദാസനോടും ആ സഭയോടും ചേർന്നിരുന്ന് 7 ദിവസം പൂർണ്ണമായി ഉപവസിക്കുവാനും ഇടയായി. ആ ഉപവാസത്തിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ 2 രോഗസൗഖ്യങ്ങൾ എൻ്റെ കർത്താവ് തന്നു.
എനിക്ക് തൈറോയിഡിൻ്റെതായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കർത്താവ് എനിക്ക് ആ 4-ാമത്തെ ദിവസം അതിനെനിക്ക് സൗഖ്യം തന്നു. അതുപോലെ തന്നെ എനിക്ക് യൂട്രസ് സംബന്ധമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് അത് കർത്തൃദാസനോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ആ 4-ാമത്തെ ദിവസം കർത്തൃദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ടാണ്. ഒരു വൈദ്യനോട്, എൻ്റെ മോനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്ന ഒരു നാട്ടുവൈദ്യനോട് ഇത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല മോളെ, ഞാനൊരു ലേഹ്യം തരാം, മോൾ ഇത് കഴിച്ചാൽ മതി, ഇത് ചെറിയൊരു ക്യാൻസറിന്റെ ആരംഭമാണ്, ഈ മരുന്ന് കഴിക്കുമ്പോൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. പ്രായത്തില് മരുന്നുകളൊന്നും കഴിക്കാൻ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കില്ലായിരുന്നു. ആ സമയത്താണ് ഈ 7 ദിവസം ഞാൻ ഉപവസിക്കുകയും കർത്തൃദാസൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന ക്യാൻസറിന്റെ ദുരാത്മാവെ വിട്ടുപോന്ന് പറഞ്ഞ് ശാസിക്കുകയും ശാസിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടാവുകയും ഇന്നുവരെയും ആ രോഗസൗഖ്യത്തോടെ ഞാൻ ആയിരിക്കുകയും ചെയ്യുന്നു. അന്ന് എനിക്ക് മനസ്സിലായി, ഈ കർത്താവ് രോഗസൗഖ്യം തരുന്ന ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ കർത്താവിനോട് അധികം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ ബുദ്ധിയില്ലാതിരുന്ന, കൈകാലുകൾ ചലിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞിന് കർത്താവ് ബുദ്ധി കൊടുത്തു. എൻ്റെ കുഞ്ഞിന് ഓരോരോ മാറ്റങ്ങൾ എൻ്റെ സ്വർഗത്തിൽ ദൈവം കൊടുക്കാൻ തുടങ്ങി. അവന് പിന്നത്തേതിൽ 4.5 വയസ്സ് വരെ ഈ ഞങ്ങൾ കുറുക്ക് രൂപത്തില് ഫുഡ് കൊടുക്കുമ്പോൾ ഒന്ന് പുളഞ്ഞ് കഴിക്കുവാൻ തുടങ്ങി. ആ സമയം ഡിസംബർ മാസമായപ്പോൾ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുകയും ഞാനും 21 ദിവസം ഞാൻ ഉപവസിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ എൻ്റെ കുഞ്ഞിന് 2.25 വയസ്സായപ്പോൾ ആദ്യമായി ഞാൻ 21 ദിവസം ഉപവസിച്ച് 17-ാമത്തെ ദിവസം കൈകാലുകൾ ചലിപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞ് കൈയെടുത്ത് എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് കൊടുക്കുകയും കയ്യിൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കർത്താവിനോട് അന്ന് ഞാൻ നിഷ്കളങ്കമായിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, സൃഷ്ടികർത്താവിന് സൃഷ്ടിയുടെ ഏത് കുറവും പോക്കുവാൻ കഴിവുണ്ടല്ലോ അപ്പച്ചാ. കർത്താവെ, അങ്ങാലൊരു സൗഖ്യം എൻ്റെ കുഞ്ഞിന് തരണമേ. മരുന്നിനാലല്ല, വൈദ്യനാലല്ല, എൻ്റെ യഹോവയാൽ സംഭവിച്ചു എന്നൊരു സാക്ഷ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അന്നു മുതൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ കർത്താവ് തരുവാൻ തുടങ്ങി. എന്നാൽ കർത്താവ് തരുന്ന മാറ്റങ്ങൾ വീട്ടുകാര് രക്ഷയുടെ അനുഭവത്തിലല്ലാത്തത് കൊണ്ട് ഓരോ ട്രീറ്റ്മെന്റിന് ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് തരുന്ന മാറ്റങ്ങൾ എൻ്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നതായ വിടുതലുകൾ മാറിപ്പോകുന്നതായ അനുഭവത്തിലൂടെയൊക്കെയും കടന്നുപോയി. എങ്കിലും ഞങ്ങൾ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നു. കർത്തൃദാസൻ വചന ശുശ്രൂഷിക്കുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെയും ഞാൻ ഏറ്റെടുത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി. എൻ്റെ കുഞ്ഞിന് 1.25 വയസ്സായപ്പോൾ കർത്തൃദാസൻ ഇപ്രകാരം പറഞ്ഞു, അമ്മമാർക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട്, മക്കളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അവരെ എല്ലാ ദിവസവും നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എൻ്റെ കുഞ്ഞ് സംസാരിക്കില്ല, അവന് ഒരു വാക്കാണ്, ഒരു അക്ഷരമാണ് പറയുന്നത്. അമ്മയ്ക്ക് മാ എന്ന് പറയും, കാക്കയ്ക്ക് കാ എന്ന് പറയും. അങ്ങനെ ഒരക്ഷരം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മകന്റെ തലയിൽ കൈവച്ച് അന്നു മുതൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, കർത്താവ് എനിക്കൊരു അനുഗ്രഹമാക്കി മാറ്റണം. ദൈവമേ, ഇവനെ വളർത്തുവാനുള്ള പ്രാഗൽഭ്യം എനിക്കില്ല. കർത്താവേ, ഇവനെ കർത്താവിന്റെ അങ്ങ് ബുദ്ധി ഉപദേശിച്ച് എൻ്റെ കുഞ്ഞിനെ വളർത്തണം, അങ്ങയുടെ കൃപയിൽ ഇവനെ വളർത്തണം. കർത്താവിന്റെ അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കുവാൻ ഇടയായി. എൻ്റെ കുഞ്ഞ് 4.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും സംസാരിക്കാൻ തുടങ്ങിയത്. അവൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഏവർക്കും ആശ്ചര്യമുളവാക്കുന്ന തരത്തിലായിരുന്നു എൻ്റെ കുഞ്ഞിന്റെ സംസാരം, എൻ്റെ കുഞ്ഞിന്റെ പക്വത. എൻ്റെ കർത്താവ് അങ്ങനെ വലിയൊരു അത്ഭുതത്താലും അടയാളത്താലും എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ നടത്തുവാൻ തുടങ്ങി. അവൻ ആദ്യമായി 3 വയസ്സിലാണ് കാർഡ് എന്നൊരു വാക്ക് പറഞ്ഞത്. 3 വയസ്സിലാണ്. അങ്ങനെ ഞങ്ങള് പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തുടങ്ങി. 3 വയസ്സായപ്പോൾ എൻ്റെ കുഞ്ഞിന് ഫിറ്റ്സ് എന്ന രോഗം വന്നു. ഫിറ്റ്സ് എന്ന രോഗത്താൽ വളരെ ഭാരപ്പെട്ടു. ആഴ്ചയിൽ 3-4 ദിവസങ്ങളിൽ ഈ രോഗം കടന്നു വന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ICUല് വീടിനടുത്ത് റോഡിൽ കയറുമ്പോൾ ഏതെങ്കിലും കാറിൽ കൈ കാണിച്ച് നിർത്തും. അവർ കൊണ്ടുവന്ന് അടുത്തുള്ളൊരു താലൂക്ക് ഹോസ്പിറ്റലിലാക്കും. അവിടെ നിന്ന് ആംബുലൻസിന് മോനെ മെഡിക്കൽ കോളേജ് ICUല്. അങ്ങനെ വളരെ ഞങ്ങൾ ഭാരപ്പെട്ടു.
ഭാരപ്പെട്ടു. മരുന്ന് കൊടുത്തുകൊണ്ടും ഇരിക്കും, ഫിറ്റ്സ് വന്നുകൊണ്ടും ഇരിക്കുന്നു. ആ സമയത്ത് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് തന്നതായ മരുന്ന് ഞങ്ങൾ കൊടുത്ത് മോൻ 5 വയസ്സ് വരെ യൂറിൻ കൺട്രോൾ ഇല്ലായിരുന്നു. ഈ മരുന്ന് കൊടുത്ത് അവൻ യൂറിൻ പാസ് ചെയ്യുന്ന ആ ബെഡ്ഷീറ്റുകളൊക്കെ ദ്രവിച്ചു പോകുവാനിടയായി. അപ്പൊ എനിക്ക് മനസ്സിൽ വലിയ ഭാരമായി. കർത്താവേ, അപ്പൊ എൻ്റെ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ വളരെ കേടുവരികയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എൻ്റെ കർത്താവിനാലുള്ള വിശ്വാസത്തിൽ എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, വളരെ വാഗ്ദത്തമുള്ള കുഞ്ഞാണല്ലോ അപ്പച്ച, എൻ്റെ കർത്താവ് ഇവനെ സൂക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ മരുന്നുകളൊക്കെ ഞാൻ മാറ്റുവാനിടയായി. അന്ന് ഡോക്ടേഴ്സൊക്കെ ഒത്തിരി എന്നെ വഴക്കു പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ മരുന്ന് നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ 12 വയസ്സാകുമ്പോൾ ഈ മകൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ അതിയായി ഞാൻ വിശ്വസിച്ചു, പ്രത്യാശയോടെ മരുന്നുകളൊക്കെ മാറ്റി. ഞാൻ അതിനുശേഷം എൻ്റെ മകന് ഫിറ്റ്സ് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച എണ്ണ എടുത്ത് അവൻ്റെ ശരീരത്തിൽ ഇട്ട് കൊടുക്കും. പെട്ടെന്ന് മോൻ നോർമലാകും. അങ്ങനെ അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവിന്റെ കൃപയാൽ 13 വയസ്സായപ്പോൾ എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായി ഫിറ്റ്സ് മാറിയെന്ന് മാത്രമല്ല, എൻ്റെ കുഞ്ഞിനെ വേണ്ടി ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ നല്ലൊരു സ്തോത്ര പ്രാർത്ഥന വെച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. അങ്ങനെ ഓരോ രോഗസൗഖ്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങളെ നോക്കി, ഓരോ ദൈവദാസന്മാർ ഞങ്ങളെ നോക്കി പറയും, നിങ്ങൾ ദൈവവേലയ്ക്കുള്ളവരാണ്, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം, ദൈവവേലയ്ക്ക് വേണ്ടി വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളവരാണെന്ന്. എൻ്റെ മകൻ ഈ ഫിറ്റ്സ് ഉള്ളപ്പോൾ തന്നെ ആദ്യമായി അവന് 7 വയസ്സുള്ളപ്പോൾ ഫിറ്റ്സ് വന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ സഭയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അന്ന് രാവിലെ മോനെയും കൊണ്ട് ചർച്ചിൽ പോകാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ മോന് ആഹാരം കഴിക്കില്ല. രാവിലെ ഞാൻ കാപ്പി കൊടുക്കും, ഞാൻ കഴിക്കും. ഇല്ലമ്മ, എനിക്ക് വേണ്ട, എനിക്ക് ഉപാച്ചമാണ്, എനിക്ക് ഉപാച്ചം എടുക്കണം. ഇങ്ങനെ അവന്റെ അക്ഷരസ്ഫുടതയില്ല എങ്കിലും ഇങ്ങനെ അവന് നിർബന്ധം പിടിച്ചപ്പോൾ പേടിച്ചിട്ടാണെങ്കിലും കുറച്ച് ഫുഡൊക്കെ എടുത്ത് ഞാൻ സഭയിൽ പോവുകയും, എന്നാൽ 3 മണിവരെയും അവൻ ആഹാരം കഴിക്കാതെ അവൻ ഉപവസിക്കുവാൻ ദൈവം ഒരു കൃപ എൻ്റെ മോന് കൊടുത്തു. അന്ന് ആദ്യമായിട്ട് എൻ്റെ മകനെ നോക്കി ദൈവദാസൻ അന്ന് അവിടെ കടന്നു വന്ന ദൈവദാസൻ അവന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള വലിയ വലിയ ദൈവ ആലോചനകൾ അവനെ നോക്കി പറഞ്ഞു. കർത്താവിന്റെ കൃപയാൽ അന്ന് മുതൽ അന്നതുവരെയും എൻ്റെ മകൻ എന്നുള്ള തരത്തിൽ എൻ്റെ മകനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു ഞാൻ നോക്കിയെങ്കിലും ആ ദൈവാലോചന കേട്ട ദിവസം മുതൽ എൻ്റെ ഹൃദയത്തില് ഒരു വലിയൊരു കർത്തൃദാസനെ, വലിയൊരു ദൈവ പദ്ധതിയുള്ള ഒരു പൈതലിനെ കർത്താവ് അവനെ നോക്കാൻ എൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു. അവനെ നന്നായി നോക്കണം, പത്യോപദേശത്തിൽ തന്നെ വളർത്തണം എന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ മകന് അതിൻ്റെതായ അവന് ഒരു വില കൊടുത്ത് അവനെ ഞാൻ പരിപാലിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മോനുമായിട്ട് ഷെയർ ചെയ്യും. അവൻ്റെ അഭിപ്രായം ചോദിച്ച് അവൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുവാൻ തുടങ്ങി. കാരണം അതുപോലെ കർത്താവ് അതുപോലെ ചില പക്വതയാലും കൃപാവരങ്ങളാലും ഒക്കെയും അവനെ ദൈവം നിറയ്ക്കുവാൻ ഇടയായി. 5 വയസ്സ് വരെ യൂറിൻ പാസ് ചെയ്യുന്നത് പറയില്ലായിരുന്നു. ആ സമയം മോൻ 5 വയസ്സായപ്പോൾ ഞങ്ങൾക്കൊരു നിന്ദയുടെ അനുഭവം ഉണ്ടായി. ഞങ്ങളൊരു ബന്ധു വീട്ടിൽ പോയപ്പോൾ ഒരു ബെഡൊക്കെ എടുത്തു മാറ്റി. അങ്ങനെ നിന്ദയുടെ അനുഭവം ഉണ്ടായപ്പോൾ ഞാനും എൻ്റെ കർത്തൃദാസിയും ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഞങ്ങൾ സഭയ്ക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ നിന്ദയുടെ അനുഭവം ഉണ്ടായ സമയത്ത് കർത്തൃദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഞങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുകയും, അന്ന് ഞങ്ങളുടെ കർത്തൃദാസി എൻ്റെ മോനെ നോക്കി പറഞ്ഞു, മോനെ ഇന്ന് മുതൽ മോൻ ചൂച്ച് ഒഴിക്കുമ്പോൾ പറയണം കേട്ടോ എന്ന് കർത്തൃദാസി എൻ്റെ മോനെ നോക്കി പറയും. അന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മകൻ അങ്ങനെ അപ്രകാരം ഒരു രോഗസൗഖ്യം എൻ്റെ കർത്താവ് കൊടുത്തു. 5 വയസ്സ് മുതൽ എൻ്റെ മോന് യൂറിൻ കൺട്രോൾ ആയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ, പിന്നെ എനിക്ക് ഉപവസിക്കാൻ കഴിയില്ല, കാരണം ഞാൻ ഉപവസിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മോനും പറയും എനിക്ക് ഉപവസിക്കണമെന്ന് പറയും. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭവനത്തിലും സഭയിലൊക്കെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു. ഇപ്രകാരം ഒരു സെറിബ്രൽ പാൽസി എന്ന രോഗത്താൽ ഒന്നിനും കഴിവില്ലാതിരുന്ന ഒരു കുഞ്ഞിനെ കർത്താവിന്റെ കൃപയാൽ 4.5 വയസ്സ് മുതൽ അവന് എല്ലാ ആഹാരവും കൊടുക്കാനൊക്കെയും കർത്താവ്, ഇതൊന്നും മരുന്നിനാലോ വൈദ്യനാലോ ഒന്നുമല്ല, എല്ലാം പ്രാർത്ഥനയാൽ എൻ്റെ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് ആണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ മകൻ ഇപ്രകാരം ഒരു മാറ്റം കൊടുത്തത്. കാരണം ഇപ്രകാരം സെറിബ്രൽ പാൽസി ഇതുപോലെയുള്ള രോഗബാധിതരായ കുഞ്ഞുങ്ങളെയൊക്കെ ലഭിക്കുമ്പോൾ ഇനി ആ കുഞ്ഞിനെ കൊണ്ട് തീർന്നു, ഇനി ഇല്ല എന്നൊരു അനുഭവത്തിൽ അവരെ വീട്ടിൽ ആക്കിയിട്ടാണ് പല മാതാപിതാക്കളും സഭയിലൊക്കെ കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാല് അങ്ങനെ അല്ല, കർത്താവിനാൽ കഴിയാത്ത യാതൊന്നുമില്ല എന്ന് ഒരു സാക്ഷ്യം
പറയുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മകൻ ഇപ്പോഴും കിടപ്പിലാണ്. ഇനി അവന് അക്ഷരസ്ഫുടതയില്ല, എങ്കിലും ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിക്കുകയും എൻ്റെ കുഞ്ഞ് അവൻ പലർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരോടൊക്കെയും അവൻ ദൈവാലോചനകൾ പറയുകയും പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോഴൊക്കെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുകയൊക്കെയും ചെയ്യുന്നു. ആ ഒരു നിലവാരത്തിൽ തന്നെ കർത്താവ് ഒന്നുമില്ല എന്ന് വിധി എഴുതേണ്ട ഒരു കുഞ്ഞിനെ എൻ്റെ കർത്താവ് ആ ഒരു നിലവാരത്തിൽ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൽ കർത്താവ് കൊണ്ടുവന്നു. അങ്ങനെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്നു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ നല്ലൊരു ഗാനം ഒക്കെയും എഴുതുവാൻ എൻ്റെ കുഞ്ഞിന് എൻ്റെ കർത്താവ്, വളരെ പ്രത്യാശയുള്ള ഗാനമൊക്കെ എഴുതുവാൻ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിന് ഒരു ഭാഗ്യം കൊടുത്തു. അങ്ങനെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ കർത്തൃദാസന്മാരെയൊക്കെ വിളിച്ചു ആഴ്ചയ്ക്ക് ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഞങ്ങൾ പ്രെയർ നടത്തുകയും അനേകർ അവിടെ കൂടി വരികയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം എൻ്റെ പപ്പയുടെ അമ്മയുടെയൊക്കെ അവരുടെ ബുദ്ധിയിൽ ഞാൻ എൻ്റെ ഭാവിയെ നശിപ്പിക്കുന്നു, ചെറുപ്പമാണ്, അപ്പോൾ ഞാൻ സുവിശേഷ വേല പറയാൻ പോയാൽ അത് അപമാനത്തിന് കാരണമാകും എന്നൊക്കെ അവർ ചിന്തിച്ച് വളരെ എനിക്ക് എതിർപ്പായിരുന്നു. എപ്പോഴും എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുമായിരുന്നു, ഞാൻ എൻ്റെ ഭാവി നശിപ്പിച്ച് കളയുന്നു എന്ന് പറഞ്ഞിട്ട്. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇത് എൻ്റെ വീടാണ്, എന്നെ കെട്ടിച്ചു കൊണ്ടുവന്ന വീടാണ്, നിനക്ക് വേണമെങ്കിൽ നീ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി നീ അവിടെ പോയി നീ എന്ത് വേണോ കാണിച്ചോ, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രാർത്ഥന വെക്കുന്നത് അവർക്ക് വലിയ അപമാനം പോലെ ഒത്തിരി എതിർത്ത് ഒത്തിരി എന്നെ വഴക്ക് പറയുമായിരുന്നു. എന്നാൽ അത് ആ നിന്ദകളൊക്കെയും സഹിച്ച് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേലയിൽ നിന്ന് പിന്മാറാതെ തന്നെ ഞാൻ പ്രാർത്ഥനകൾ വെക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തു പോന്നു. ആ സമയങ്ങളിൽ വളരെ രോഗാവസ്ഥകൾ എൻ്റെ ശരീരത്തിൽ കടന്നു വന്നു. ശരിക്കും നിലവിളിക്കുന്ന അവസ്ഥകളാണ്. പലപ്പോഴും ശരീരവേദനകൾ കൊണ്ട് ഞാൻ നിലവിളിച്ചു പോകുന്നതായ അനുഭവങ്ങളാണ് എൻ്റെ ശാരീരികമായിട്ട് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുക, എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് പരിചയമുള്ളവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ എൻ്റെ രോഗത്തിന് കർത്താവ് എനിക്ക് സൗഖ്യം തരുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. പിന്നെയും ആ സന്തോഷത്തില് എനിക്ക് ഒരിക്കലും ഈ ദൈവവേല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തുവാൻ ആരൊക്കെ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും എന്നെ എങ്ങനെയൊക്കെ നിന്ദിച്ചാലും എനിക്ക് കർത്താവിന്റെ ഈ വേല ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയാത്തതായ ഒരു സാഹചര്യം അങ്ങനെ എനിക്ക് വന്നു. ആ സമയത്ത് തന്നെ കർത്താവ് എന്നിൽ ശരിക്കൊരു പെന്തക്കോസ്ത് അനുഭവം, ചില പരിച്ഛേദനയാൽ കർത്താവ് എന്നെ നിർത്തുവാൻ ഇടയായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വളരെ ഒരുങ്ങി ചമഞ്ഞ് നടക്കുവാൻ ആഗ്രഹിച്ചിരുന്നതായ എന്നെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നപ്പോൾ ആദ്യമായി മാറ്റിയത് പൊട്ടാണ്. കാരണം പൊട്ട് തൊടുമ്പോൾ എനിക്ക് എൻ്റെ ഭംഗിയൊക്കെ അങ്ങ് മാറിപ്പോകുന്നത് പോലെ, എനിക്കെന്തോ ഒരു വൃത്തികേട് പോലെ എനിക്ക് തോന്നി. പിന്നത്തേതിൽ എനിക്ക് എൻ്റെ ആഭരണം ഇടുമ്പോഴും എനിക്കത് വേണ്ട, എനിക്കതിനോടൊരു ആഗ്രഹമില്ലാതെ വണ്ണം അതും കർത്താവിൻ്റെ ദൈവകൃപയാൽ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പിന്നെ എനിക്ക് ഇത് രണ്ടും മാറ്റിയിട്ട് പിന്നെ ഒരു ക്രൈസ് വാച്ചിലായി. പിന്നെ വാച്ച് ഒക്കെ പല മോഡൽ വാച്ചൊക്കെ കെട്ടി അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നത്തേല് കർത്താവ് എനിക്ക് വാച്ചിനോടും ഒരു താല്പര്യമില്ലാത്തൊരു അനുഭവം എനിക്ക് തന്നു. പിന്നെ കർത്താവ് 2017 ലാസ്റ്റ് എന്നോട് സംസാരിച്ചു, നീ വെള്ള ഡ്രസ്സ് ഇടുക, എനിക്ക് നിന്നെ മാനിക്കുവാനുണ്ട്, നീ വെള്ള ഡ്രസ്സ് ഇടാൻ എന്നോട് കർത്താവ് സംസാരിച്ചു. അന്നു മുതൽ വെള്ള ഡ്രസ്സ്. ആ സമയത്തൊക്കെ പലരും പറഞ്ഞു ആദ്യത്തെ ഒരു ഭയങ്കര വിശ്വാസത്തിലൊക്കെ ചെയ്യുന്നതാണ്, അതൊന്നും കീപ്പ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെയും പറഞ്ഞു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ഇന്നതുവരെയും അങ്ങനെ തന്നെ ഒരു കല്യാണത്തിന് പോയാലും എവിടെ പോയാലും കർത്താവ് പറഞ്ഞതുപോലെ വെള്ള ഡ്രസ്സ് തന്നെ ധരിച്ചുകൊണ്ട് പോകുവാൻ കർത്താവ് ഇന്നുവരെയും എനിക്കൊരു കൃപ എനിക്ക് തന്നു എന്നെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഭവനത്തിൽ വളരെ എതിർപ്പും പ്രതികൂലങ്ങളും ആയിരുന്ന സമയത്ത് ആ കുടുംബ വീട്ടിൽ നിന്ന് മാറുവാൻ ഒരു സാഹചര്യം എൻ്റെ കർത്താവ് ഒരുക്കി.
അവിടെ നിന്ന് മാറിയപ്പോൾ എനിക്ക് വളരെ ആശ്വാസമാണ് എനിക്ക് ഉണ്ടായത്. കാരണം കർത്താവെ, എനിക്ക് ഈ പ്രകാരം എൻ്റെ വീടാണ്, ഇവിടെ നിന്ന് മാറണം, ഇവിടെ ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ വാക്ക് എനിക്കിനി കേൾക്കണ്ടല്ലോ. ഒരു വാടക വീടാണെങ്കിലും എൻ്റെ കർത്താവിന് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ഒരു പ്രാർത്ഥനകൾ വെക്കാമല്ലോ, എൻ്റെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഇങ്ങനെ വളരെ ഒരു സമാധാനമാണ് എനിക്ക് ഉണ്ടായത്. അങ്ങനെ ഞാൻ ആ വേറെ വാടക ഭവനമൊക്കെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ഭവനത്തിലായിരുന്നു ഞങ്ങൾ 4 മാസം എൻ്റെ ചേച്ചിയുടെ ഭവനത്തിൽ ഞങ്ങൾ നിൽക്കുകയും, അപ്പോഴേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ചെറിയ വാടകയിൽ ഒരു 3000 രൂപ വാടകയിലൊക്കെ ഒരു വീട് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വീട് അന്വേഷിക്കുമ്പോൾ എൻ്റെ മകൻ ഇപ്രകാരം ഒരു അവസ്ഥ ആയതുകൊണ്ട് ആ വീടിന് വഴി സൗകര്യമില്ലായിരുന്നു. കാരണം ഒരു ഓട്ടോയെങ്കിലും പോകുന്ന ഒരു വഴി സൗകര്യമുള്ള സ്ഥലമല്ലാതെ എനിക്ക് വാടക വീട് എടുക്കാനും കഴിയുകയില്ലാത്തൊരു അനുഭവമായിരുന്നു. എന്നാൽ ചേച്ചിയുടെ ഭവനത്തിൽ നിന്നപ്പോൾ വളരെ വേദനിക്കുന്നതായ, എൻ്റെ കുഞ്ഞിനെ ദേഹോപദ്രവം പോലെ ഏൽപ്പിക്കുന്ന തരത്തില് ചില പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ പിറ്റേ ദിവസം പോയി ഒരു വീട് ഞങ്ങൾ നോക്കിയപ്പോൾ 6000 രൂപ വാടക. എന്നാൽ ആ വീടിന്റെ ഹാളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി മനസ്സിൽ. കാരണം നല്ല വലിയൊരു ഹാൾ, അപ്പോൾ എനിക്ക് പ്രാർത്ഥനയൊക്കെ വെക്കാൻ കഴിയുമല്ലോ. അപ്പൊ ഞാൻ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അതിനു മുന്നേമേ ഞാൻ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥനയൊക്കെ വെച്ചോ, പക്ഷേ ദൈവദാസന്മാർക്ക് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ട് നീ ഞങ്ങളോട് കാശൊന്നും ചോദിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു പ്രെയർ കഴിയുമ്പോൾ ഒരു ചായയും ഒരു സ്നാക്സും കൊടുക്കുമായിരുന്നു. അതിന് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ സാമ്പത്തികം തരുമായിരുന്നു. എന്നാൽ ഒരു ദിവസം എൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല. ഞാൻ വിഷമിച്ച് ഞാൻ അന്ന് വീട്ടു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഞാൻ പേഴ്സ് നന്നായിട്ടൊക്കെ വന്നൊന്ന് നോക്കി. അപ്പം എന്തെങ്കിലും ചില്ലറ ഉണ്ടോ, 100 രൂപയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. പിന്നെ പിന്നത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു പ്രേരണ തന്നു ആ പേഴ്സ് ഒന്ന് നോക്കാൻ. അന്ന് 600 രൂപ 600ന്റെ നോട്ട് എൻ്റെ കർത്താവ് ആ പേഴ്സിനകത്ത്, എൻ്റെ കർത്താവ് നേരിട്ട് എനിക്ക് അങ്ങനെ ഒരു 600 രൂപ എനിക്ക് തന്നതായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ആ അനുഭവം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയും ഈ വീടിന്റെ ആ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ 600 രൂപ നേരിട്ട് എനിക്ക് തന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം 6000 രൂപയ്ക്ക് എനിക്ക് വിശ്വസ്തനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭവനത്തിന് അഡ്വാൻസ് കൊടുക്കുകയും ആ ഭവനത്തിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുവാൻ ഞാൻ ആരംഭിച്ചു. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, ഏലിയാവിന് കാക്കയുടെ വരവ് നിന്നപ്പോൾ സാറഫാത്തിലെ വിധവയുടെ അടുക്കൽ വഴി തുറന്നതുപോലൊരു അനുഭവത്തിലൂടെ നിന്നെ ഈ ഭവനത്തിൽ ദൈവം ഞാൻ നടത്തുമെന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു. അതുപോലത്തെ അനുഭവത്തിലൂടെ തന്നെ സ്വർഗത്തിലെ ദൈവം എന്നെ അവിടെ വഴി നടത്തി. അവിടെ ഞാൻ ആയിരിക്കുമ്പോൾ ഞങ്ങൾ മുറ്റത്ത് കൺവെൻഷനുകൾ വെക്കുവാനും ഞങ്ങൾക്ക് ട്രാക്റ്റുകൾ കൊടുക്കുവാനും അങ്ങനെയൊക്കെയും കർത്താവ് ഭാഗ്യം തന്നു. ഒരു കർത്തൃദാസനുമായി ഒരു ബന്ധമുണ്ടായി. അതിനെ തുടർന്ന് ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവ് എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ സഭാരാധന കൂടുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ ആ സഭാരാധന ഞങ്ങൾ നല്ല രീതിയിൽ ആ ദേശത്ത് ഞങ്ങൾ സഭാരാധന ആയിരുന്നപ്പോൾ തന്നെ വളരെ ശാരീരികമായ രോഗത്താൽ ഞാൻ ഭാരപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയും ദൈവസന്നിധിയിൽ പലതും ക്ഷമിക്കുവാനും സഹിക്കുവാനും ഒക്കെയും തുടങ്ങിയപ്പോൾ കർത്താവ് ശരിക്കും വചനങ്ങളിലൂടെയാണ് എന്നോട് സംസാരിക്കുവാൻ ഇടയായത്. വചനത്തിലൂടെ കർത്താവ് പലപ്പോഴും എന്നോട് സംസാരിച്ചു. വാസ്തവമായി ഒരു പെന്തക്കോസ്ത് അനുഭവത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ഇടയായി. ഒത്തിരി എൻ്റെ ഭർത്താവിൽ നിന്നൊക്കെ ഒത്തിരി പീഡനങ്ങളൊക്കെയും കടന്നു വന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, നീ നല്ലവർക്ക് മാത്രമല്ല നീ മൂർഖനും കൂടെ നീ കീഴടങ്ങിയിരിക്കുക. 1 പത്രോസ് 2-ാം അധ്യായത്തില് പറയുന്നത്, നീ മൂർഖനും കൂടെ കീഴടങ്ങിയിരിക്കുക. നിന്റെ ദൈവത്താലുള്ള മനോബോധത്താൽ നീ സകലതും അന്യായമായി സഹിച്ചാൽ അത് പ്രസാദം. അന്നു മുതൽ ഞാൻ അദ്ദേഹം എന്ത് ക്രൂരതകൾ കാണിച്ചാലും അതെല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും തുടങ്ങി. പിന്നത്തേതില് കർത്താവ് എന്നോട് സംസാരിച്ചു, നിന്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്നും എന്നാൽ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്നും കർത്താവ് എന്നോട് സംസാരിച്ചു. ഞാൻ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എൻ്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കുന്നവളാണ്. കാരണം ആരെന്തു പറഞ്ഞാലും ഞാൻ അവരോട് പ്രതികരിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അപ്പൊ എൻ്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കുന്നവളാണെന്നൊക്കെയും ഉള്ളൊരു തെറ്റായ ധാരണയിലൊക്കെയും ആയിരുന്നു ഞാൻ ജീവിച്ചു പോകുന്നത്. എന്നാൽ
സ്വർഗത്തിലെ ദൈവം എന്നോട് നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക എന്ന് എന്നെ വചനത്തിലൂടെ സംസാരിച്ചപ്പോൾ ഞാൻ അത് പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചു. ഞാൻ പല പേരുകളും പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു പരിച്ഛേദനയിലേക്ക് എൻ്റെ ഹൃദയം കടന്നു വന്നിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ അന്നു മുതൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്നു മുതൽ കർത്താവ് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു കൃപ എനിക്ക് തന്നു. കാരണം നമ്മുടെ കർത്താവ് സൽഗുണപൂർണനാകയാൽ നമ്മളും സൽഗുണപൂർണരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇപ്രകാരം പല പല വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കുകയും എന്നെ ബലപ്പെടുത്തുകയും, ആരെയും ഞാൻ ഉപദേശിക്കാറില്ല. എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ഞാൻ പലരോടും ഷെയർ ചെയ്യുമ്പോൾ ദൈവ സ്നേഹമുള്ളവർ അത് ഏറ്റെടുക്കുകയും അവർക്കും ഇങ്ങനെ ആയി തീരണമെന്ന് അവർ ചിന്തിക്കുകയും, അപ്രകാരം അവരുടെയൊക്കെയും ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതൊക്കെയും കാണുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അപ്രകാരമൊക്കെ ആയിരിക്കുന്ന സമയത്ത് വളരെ രോഗത്താൽ ഭാരപ്പെട്ടു. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഞാൻ മുന്നോട്ട് അടുക്കുമ്പോൾ എൻ്റെ ശാരീരികമായിട്ട് രോഗാവസ്ഥകളിട്ട് എന്നെ പിന്നിലേക്ക് എന്നെ വലിക്കുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ അതിനൊന്നിനും ഞാൻ വിട്ടുകൊടുത്തില്ല. ആ വാടക ഭവനത്തിലായിരുന്നപ്പോൾ എൻ്റെ പപ്പ മരണപ്പെട്ടു. എൻ്റെ പപ്പ മരണപ്പെട്ടപ്പോൾ വളരെ സാമ്പത്തികമായൊക്കെ വളരെ ഞെരുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഒത്തിരി ഞങ്ങൾ അങ്ങ് തകർന്നു പോകുന്നത് പോലൊരു അനുഭവം ഉണ്ടായി. എന്നാൽ അപ്പോഴൊക്കെയും എൻ്റെ മകനോട് ഞാൻ വിശ്വാസത്തോട് ഞാൻ വിളിച്ചു പറയും, മക്കളെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, കർത്താവ് നമ്മുടെ മുന്നിൽ വഴി തുറക്കും. കാരണം അങ്ങനെ അതുപോലൊരു അനുഭവമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെയും എൻ്റെ കരം പിടിച്ചു എന്നെ നടത്തി. അങ്ങനെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പനി പോലെ വരികയും എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലിവറിനടുത്തായിട്ട് ഒരു സിസ്റ്റ് കാണുകയും അത് വേഗത്തിൽ സർജറി ചെയ്യണം, വേഗത്തിൽ സർജറി ചെയ്തില്ല എങ്കിൽ അത് ക്യാൻസറായി മാറുമെന്ന് ഡോക്ടർ പറയുവാനിടയായി. എന്നാൽ ആ സമയത്ത് കാരണം എൻ്റെ ശരീരത്തിൽ ഒരു അനവധി രോഗസൗഖ്യങ്ങൾ എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്. ഒത്തിരി രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഞാൻ എൻ്റെ യേശുപ്പാന്ന് വിളിച്ചെൻ്റെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കും. ചെറിയ ചെറിയ ഉപവാസങ്ങളാണ് ഞാൻ ഇരിക്കുന്നത്, എങ്കിലും ഉച്ചവരെയൊക്കെ ഇരുന്ന് ദൈവസേനയിൽ ഒരിക്കലും എനിക്ക് യൂട്രസ് സംബന്ധമായ ഒരു വിഷയം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 മാസത്തിനകം, ചില പ്രതിവിധികളൊക്കെ പറഞ്ഞിട്ട് 5 മാസത്തിനകം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെയും 7 ദിവസം ഉച്ചവരെ ഇരുന്ന് ദൈവസേനയിൽ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ആ വിഷയത്തിലൊക്കെ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പ എന്നെ നന്നായി നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, നീ എൻ്റെ വേല ചെയ്യും, നിന്നെ ഞാൻ നടത്തുമെന്ന്. എന്നാൽ ഞാൻ അനുസരണക്കേട് കാണിച്ചത് മൂലം ഞാൻ എൻ്റെ സ്വന്തമായ ബുദ്ധിയിൽ ചില ബിസിനസ്സൊക്കെയും ചെയ്യുവാനായിട്ടൊക്കെയും ശ്രമിച്ചു. അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഒത്തിരി കടഭാരം വന്നു. അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെയും എൻ്റെ പപ്പയാണ് വഹിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ പപ്പയെ ബുദ്ധിമുട്ടിക്കരുത്, ഇനി ഒരു ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയി എൻ്റെ പപ്പയെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാൻ ഇടയാകരുതെന്നുള്ള ചിന്തയിലാണ് ഞാൻ പിന്നെ കർത്താവിനോട് കൂടുതൽ ഞാൻ ചേർന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് കർത്താവ് തരുന്ന ഓരോ രോഗസൗഖ്യം ഞാൻ എല്ലാവരോടും ഞാൻ പറയും, എൻ്റെ കർത്താവ് എനിക്ക് ഇങ്ങനെയൊക്കെ രോഗസൗഖ്യങ്ങൾ തന്നു എന്ന്. അപ്പോൾ ഇതിങ്ങനെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നെ ലജ്ജിപ്പിക്കുവാനാണ്, നിന്നെ ഒരിക്കലും ഞാനൊരു സർജറിക്ക് വിട്ടുകൊടുക്കയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. എനിക്ക് മനസ്സിൽ ഭാരമൊന്നും ഉണ്ടായില്ല. എന്നെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 14-ാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. 20-ാം തീയതി സർജറിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി. ആ സമയത്ത് ഞാൻ 91 സങ്കീർത്തനമൊക്കെ എപ്പോഴും വായിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് 19-ാം തീയതി ആയപ്പോൾ ഭയങ്കര ഒരു ചുമ വരികയും അന്നത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്യുവാനിടയായി. പിന്നത്തേതിൻ്റെ അപ്പൊ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷവും ആശ്വാസമാണ് ഉണ്ടായത്. കാരണം ചുമയാണ്. ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥകളാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയതെങ്കിലും ഞാൻ പ്രത്യാശയോടെ ആ സമയത്ത് കർത്തൃദാസനെ വിളിക്കും. കർത്തൃദാസൻ കടന്നു വരികയും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ രോഗാവസ്ഥ അങ്ങ് മാറിപ്പോവും. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ പിറ്റേ വർഷം ഈ ഓഗസ്റ്റ് മാസമായപ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം, കർത്താവിൻ്റെ വചനവുമായിട്ട് എഴുന്നേൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തി. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സാക്ഷ്യമായിരിക്കുന്നു.
ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ അമ്മ കഴിഞ്ഞ ഈ വർഷം ഫെബ്രുവരി 26 ആയപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. എൻ്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾ തീർത്തും ഞാനും എൻ്റെ മകനും വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി. കാരണം ജീവിതത്തിൽ ഒരുപാട് ചങ്ക് പൊട്ടിപ്പോകുന്നതായ വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നു, രോഗാവസ്ഥകൾ കടന്നു വന്നു. അവിടെ എല്ലാം എൻ്റെ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നു. പക്ഷേ ഈ അനാഥത്വം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കർത്താവെ, ഈ അനാഥത്വം എനിക്കത് വേദനയായി. അപ്പോൾ ആ സമയം കർത്താവിനോട് ഒത്തിരി, ഈ അനാഥത്വം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പാ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ അപ്പച്ചൻ എന്നോട് സംസാരിച്ചു, നീ അനാഥയായി പോകണമോ വേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്ന്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ കർത്താവ് ആ അനാഥത്വത്തെ ഒരു ഫീലായി അങ്ങനെ ഇല്ലാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. വളരെ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കണം. ആ ആഗ്രഹത്തോടെ തന്നെ ഇപ്പോഴും ഞാനും എൻ്റെ കുഞ്ഞുമായിരിക്കുന്നു. ആരോമ TV-യിൽ ഞങ്ങളുടെ ഒരു സാക്ഷ്യം വന്നത് മുഖേന എൻ്റെ ഭർത്താവിൽ നിന്ന് അത് ഞങ്ങൾക്കൊരു പ്രതിയോഗിയായിട്ട് എപ്പോഴും ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനു മുന്നേ എൻ്റെ കുഞ്ഞൊത്തിരി പുള്ളിയോട് റിക്വസ്റ്റ് ചെയ്തു, അച്ഛാ ഞങ്ങൾക്ക് വാടക കൊടുക്കണം, അമ്മാമ്മ പോയി, അച്ഛൻ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ ഈ മോൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യും. എന്നാൽ പുള്ളി അതൊന്നും കേൾക്കയില്ലായിരുന്നു. അങ്ങനെ ആ പുള്ളി വന്ന് മോനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ മോൻ തന്നെ എന്നോട് പറഞ്ഞു, അമ്മ എന്നെ വിട്ടുകൊടുക്കമ്മ, ഞാൻ അച്ഛൻ്റെ കൂടെ പോവാം അമ്മ, അല്ലെങ്കിൽ അമ്മ എന്നെ എങ്ങനെ നോക്കും, അമ്മയ്ക്ക് പറ്റില്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകൻ എന്നോട് പറയുവാനിടയായി. എന്നാൽ അതിനു മുന്നേ ചില അനുഭവങ്ങൾ, എൻ്റെ മകൻ പ്രാർത്ഥിക്കുന്നത്, അവൻ ഉപവസിക്കുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആ സമയത്ത് എൻ്റെ മോനോട് ചില ക്രൂരതകളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മക്കളെ, മോൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് പോയാൽ മോൻ്റെ ജീവന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മ സാരമില്ലമ്മ, ഞാനെല്ലാം സഹിച്ചോളാം അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസമായിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി. കർത്താവ് പറഞ്ഞു, നീ വിട്ടുകൊടുക്ക്, അധികം താമസമില്ലാതെ പെട്ടെന്ന് തന്നെ നിന്റെ അടുക്കൽ അവനെ ഞാൻ മടക്കി തരുമെന്നും കർത്താവ് എന്നോട് സംസാരിച്ചു. എന്നാല് എന്താ പറയുന്ന ഒന്നിനും കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും എനിക്കൊന്നും അറിയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ അപ്പനെ ആശ്രയിക്കുന്നു എന്നൊരു ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ആ അവസ്ഥയിലൂടെ ഞാൻ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഒരു അനാഥത്വം എന്തെന്നറിയാതെ, ഒരു ഭയമൊന്നുമില്ലാതെ ഈ ഭവനത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ ഭവനത്തില് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാനും ദേശത്ത് നിന്നൊക്കെയും ചിലരെയൊക്കെയും കൂട്ടി വരുത്താനൊക്കെയും കർത്താവ് അങ്ങനെയൊക്കെയും ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇനിയും തുടർന്നും ഓരോ നിമിഷവും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെയും കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ പല പല രോഗാവസ്ഥകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസം മുന്നേയൊക്കെ ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നു. കാലിലൊക്കെ ഭയങ്കര നീരിന്റെ അവസ്ഥകളൊക്കെയും കടന്നു വന്നു. അപ്പോൾ കർത്താവ് വളരെ ഞാൻ ഭാരപ്പെട്ടപ്പോൾ യേശുപ്പൻ എനിക്കൊരു പാട്ട് എൻ്റെ നാവിൽ തന്നു. മുൻപിലൊരു ചോട് വെപ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയതും മതി എനിക്ക്, ബാക്കിയെല്ലാം ദൈവഹിതം. ആ പാട്ട് എപ്പോഴും പാടി ദൈവസന്നിധിയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തി. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ആ നീരിന്റെ അവസ്ഥകളൊക്കെയും എനിക്ക് ദൈവം മാറ്റിത്തന്നു. എങ്കിലും എനിക്ക് പല പല രോഗാവസ്ഥകളുണ്ട്. ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുന്നില്ല. സകലതും ചപ്പന്നും ചവറന്നും എണ്ണിക്കൊണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാനാ. എത്രത്തോളം എൻ്റെ കർത്താവ് എന്നെ നിർത്തുന്നുവോ അത്രത്തോളം എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എൻ്റെ പൈതലും എഴുന്നേറ്റ് നടന്ന് കർത്താവിന്റെ വലിയൊരു സാക്ഷിയായി തീരുവാൻ വേണ്ടിയിട്ടും എല്ലാവരും, ഞങ്ങളായിരിക്കുന്ന ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒത്തിരി വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. വാടക ഭവനമാണ്, ഉപജീവന മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ കർത്താവ് അവിടെയൊക്കെയും ഇന്നുവരെയും നിർത്തിയിരിക്കുന്നു. ഇനിയും കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നിർത്തുവാനും അത്ഭുത സാക്ഷിയായി നിർത്താൻ മാത്രമല്ല, അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയിട്ട്, കാരണം അനേകർക്കൊരു ആത്മീയ വർധനവ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് എന്നാണ് വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുമെന്നാണ്. തന്റെ പിതാവിന്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ഒരു സൂര്യനെ പോലെ പ്രകാശിക്കുവാൻ അനേകരെ, എനിക്കും എൻ്റെ കുഞ്ഞിനും പ്രകാശിക്കാനും അതുപോലെ അനേകരെ അതിനു വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും
ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.